പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകരരുടെ പങ്കും പാക് സൈന്യത്തിന്റെ പിന്തുണയും ലോകത്തിനു മുമ്പിൽ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലാണിപ്പോൾ. അമേരിക്കൻ ഐക്യനാടുകളിലേക്കും കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ എംപിമാരുടെ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. പനാമയിലെത്തിയ ഇന്ത്യൻ സംഘം രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടയിൽ തരൂർ നടത്തിയ ഒരു പരാമർശം വീണ്ടും വിവാദമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എംപിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ തരൂർ തുടർച്ചയായി നരേന്ദ്രമോദി അനുകൂല പ്രസ്താവന നടത്തുന്നത് ഇതാദ്യമല്ല. പലകുറി വിവാദമാവുകയും കോൺഗ്രസ് താക്കീത് നൽകുകയും ചെയ്തെങ്കിലും അതൊന്നും ഗൗനിക്കുന്നില്ല തരൂർ. രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ് തരൂരിൻ്റെ പക്ഷം. പാർട്ടി ലൈനിൽ തരൂർ നിൽക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ ലൈനിലാണ് താനെന്ന മറുപടിയാണ് കോൺഗ്രസിന് തരൂർ നൽകുന്നത്. ആദ്യം ഇന്നത്തെ RDX റാപ്പ് കാണാം, അതിനുശേഷം മറ്റു വിശദാംശങ്ങളിലേക്ക്. പനാമ പ്രസിഡന്റ് ജോസ് റാൾ മൊളിനോ, വിദേശകാര്യമന്ത്രി ജാവിയർ മാറ്റലൻ സച്ച എന്നിവരെ കണ്ടപ്പോഴാണ് മോദി അനുകൂല പ്രസ്താവന തരൂർ ആവർത്തിച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് പോലും നടത്താത്ത നീക്കമാണ് ഇപ്പോൾ നടത്തിയതെന്ന് തരൂർ പറഞ്ഞു. 2019 ബാലാകോട്ട് സർജിക്കൽ സ്ട്രൈക്കും ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം പരാമർശിച്ചു. മോദി അധികാരത്തിലെത്തിയ ശേഷമാണിതെല്ലാമെന്നും തരൂർ പനാമയിൽ പറഞ്ഞു. BJP നേതാക്കൾ പോലും നടത്താത്ത മോദി സ്തുതിയാണിതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ എളുപ്പത്തിൽ BJPക്ക് രാഷ്ട്രീയ ആയുധം നൽകുമെന്നതിനാൽ തരൂരിന്റെ പ്രസ്താവനകളെ അവഗണിച്ചുവിടാമെന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ തരൂർ കൂടി ഭാഗമായിരുന്ന മുൻ UPA സർക്കാരുകളെ വരെ റദ്ദ് ചെയ്യുന്ന പ്രസ്താവനകൾ വന്നതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നത്. എന്നാൽ കോൺഗ്രസ് വിമർശനങ്ങളെ പരിഹാസത്തോടെ അവഗണിക്കുകയാണ് ശശി തരൂർ. RDX റാപ്പ്, ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ കൂടെ നോക്കാം. വിദേശത്തും മോദി സ്തുതി നടത്തുകയാണ് തരൂർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. തരൂരിൻ്റെ മോദി അനുകൂല പ്രസ്താവന പനാമയിലെത്തിയപ്പോഴാണ് എന്ന് നമ്മൾ ഇപ്പോൾ RDX റാപ്പിൽ കേട്ടു. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് മോദി മറുപടി നൽകിയെന്നാണ് തരൂർ പറഞ്ഞത് അവിടെ എന്നാണ് കേൾക്കുന്നത്. മോദി വന്നതിന് ശേഷമാണ് അതിർത്തി കടന്ന് ഭീകരതയ്ക്ക് മറുപടി നൽകിയത് എന്ന് തരൂർ പറഞ്ഞു. ഇതാണ് പ്രകോപനമായത് കോൺഗ്രസുകാർക്ക്. 2015 ഉറിയിലാണ് ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്നും തരൂർ അവിടെ പറഞ്ഞു. ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഭീകരർക്ക് മനസ്സിലായി എന്നതാണ് ഇപ്പോഴുണ്ടായ മാറ്റം എന്ന് അദ്ദേഹം പറയുന്നു. കാർഗിൽ യുദ്ധസമയത്ത് പോലും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും തരൂർ അവിടെ പറഞ്ഞു. അതിർത്തി കടന്നുപോയത് UPA സർക്കാരിൻ്റെ കാലത്ത് നിരവധി മിന്നലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പിന്നീട് വന്ന് മറുപടി പറഞ്ഞത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾ പങ്കുവച്ചു പവൻ ഖേര, അവരുടെ വക്താവ്, കോൺഗ്രസിൻ്റെ വക്താവ്. തരൂരിൻ്റെ പുസ്തകത്തിലെ തന്നെ വാക്കുകൾ ഓർമ്മിപ്പിച്ചു പവൻ ഖേര അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ. സൈനിക നടപടി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് തരൂർ വിമർശിച്ചിരുന്നു 2018 നരേന്ദ്രമോദിയെ തന്നെ. മോദി സ്തുതിയിൽ ശശി തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. തരൂർ സൂപ്പർ വക്താവാകുകയാണ് BJPയുടേതെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ഉദിത് രാജ് പറഞ്ഞു. തരൂരിനെ വിമർശിച്ച എക്സ് പോസ്റ്റ് പങ്കുവച്ചു AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തന്നെയും. കോൺഗ്രസ് ആയിരിക്കുന്നതും കോൺഗ്രസിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതായിരുന്നു. വാക്കുകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു, അവർക്കത് തുടരാമെന്നാണ് ശശി തരൂർ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. വിദേശ രാജ്യങ്ങളോട് നിലപാടറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ച ആളാണ് താനെന്ന് ശശി തരൂർ ഈ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് വന്നു. തനിക്ക് വേറെ നല്ല ജോലികൾ ചെയ്യാനുണ്ട്, ശുഭരാത്രി എന്നും തരൂർ നിസ്സാരീകരിച്ച് തള്ളി. കോൺഗ്രസിൻ്റെ വിമർശനങ്ങൾക്കുള്ള മറുപടി പങ്കുവച്ചത് എക്സ്പോസ്റ്റിലൂടെയായിരുന്നു ശശി തരൂർ. ഇത് പണ്ടേ തുടങ്ങിയ സ്തുതിയാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. തരൂരിൻ്റെ മോദി അനുകൂല പ്രസ്താവനകൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന വിവരം നമ്മുടെ കൈവശമുണ്ട്. 2019 ശശി തരൂർ മോദി അനുകൂല പ്രസ്താവന നടത്തിയത് അന്ന് തന്നെ കോൺഗ്രസിൽ വൻ വിവാദമായിരുന്നു. മോദി റഷ്യക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവാണെന്ന് തരൂർ അല്പം മുമ്പ് പ്രശംസിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തരൂർ നടത്തിയ മോദി അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസിനെ പക്ഷേ നല്ല തോതിൽ ചൊടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് കേന്ദ്രമാണ്. പാർട്ടി നൽകിയ പട്ടികയിൽ തരൂർ ഉണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസ് പിന്നീട് പരസ്യമായി തന്നെയും പറഞ്ഞു. രാഷ്ട്രവും രാഷ്ട്രീയവും വേറെയെന്ന് ശശി തരൂരിൻ്റെ പ്രതിരോധം. അങ്ങനെയാണ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയവുമുള്ളൂ എന്നും കോൺഗ്രസിന് നേരത്തെ തന്നെ മറുപടി നൽകി ശശി തരൂർ ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. BJP അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കിരൺ റിജിജു ഈ സംഭവങ്ങൾക്ക് ശേഷം വന്ന് ചോദിച്ചു. ഇന്ത്യയിലെ MPമാർ പ്രധാനമന്ത്രിയെ പറ്റി വിദേശത്ത് പോയി മോശം പറയണമോ എന്ന ന്യായമായ ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയ അസ്വസ്ഥതയ്ക്ക് ഒരു പരിധിയില്ലേ എന്നും കോൺഗ്രസിനോട് റിജിജു ഈ എക്സ്പോസ്റ്റിലൂടെ ചോദിക്കുന്നു. രാജ്യത്തെപ്പറ്റി കോൺഗ്രസിന് യാതൊരു പരിഗണനയുമില്ലേ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ശശി തരൂർ നമ്മൾ ചർച്ച ചെയ്യുന്നതും രാജ്യം ചർച്ച ചെയ്യുന്നതും ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നതും ആദ്യമായിട്ടല്ല. ഇവിടെ പക്ഷേ അദ്ദേഹം പതിവ് പോലെ തെറ്റാണ് ചെയ്തതെന്നാണ് തോന്നലാണ് എനിക്കുള്ളത്. ഹർഷൻ എന്താ തോന്നുന്നത്? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രാജ്യത്തിന് വെളിയിൽ ഈ പ്രചാരണമൊക്കെ നടത്താനായിട്ട്, അതായത് ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്, അതിനെ ന്യായീകരിക്കാനൊക്കെ വേണ്ടിയിട്ട്, അത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഘം സഞ്ചരിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ നിലപാട്, രാഷ്ട്രം ഇടപെട്ട രീതി, ഇതൊക്കെയാണ് അവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. അതിനു പകരം ഇവിടെ
നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇതൊക്കെ സംഭവിച്ചു എന്നും നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് അതിർത്തി കടന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കോ ആക്രമണമാണോ ഉണ്ടാകുന്നതോ എന്നുമൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഈ മറ്റേ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരാതി. ശരിയാണ്, എല്ലാ അംഗങ്ങളും അവിടെ പോയിരിക്കുന്നത് രാജ്യത്തിൻ്റെ നിലപാട് പറയാനാണ്, ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ നിലപാട് പറയാനല്ല. ഇവിടെ അവർക്ക് കോൺഗ്രസ്സുകാർക്ക് വേദന ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് BJP ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വേദിയിലാണ് ഇതൊരു പ്രചാരണായുധമായി BJP അവതരിപ്പിക്കുന്നത്. ഇനി അതുപോട്ടെ, ജൂൺ 9 മുതൽ ഇപ്പോൾ വീടുകളിലൊക്കെ സിന്ദൂരം വിതരണം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു തരത്തിൽ രാജ്യമെമ്പാടും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായ ശശി തരൂർ അവിടെ പോയി ഈ പറയുന്നത് അതായത് അദ്ദേഹം നയതന്ത്രജ്ഞനാണ്, വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രയോഗിക്കാൻ അറിയാം, ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം ശശി തരൂരിന് ഉണ്ടാവാം. അപ്പോഴൊക്കെ പോയിട്ട് ഇത് ഈ മറ്റു കാലത്തൊന്നും നടന്നിട്ടില്ല, ഇത് മോദി വന്നതിന് ശേഷം മാത്രം നടന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിൽ വലിയ കുഴപ്പമുണ്ടല്ലോ. അതിവിടെ പ്രചാരണ ഉപാധിയായി BJP ഉപയോഗിക്കുമെന്നുള്ള കാര്യം ശശി തരൂരിന് അറിയാത്തതാണോ? അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്ത് തന്നെയാണ് ന്യായം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മാത്രമല്ല, ഇത് സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പേര് 2016 ശേഷം വന്നതാണ്. ഉറി ആക്രമണത്തിന് ശേഷമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പ്രയോഗം വരുന്നത്. അതിനു മുമ്പ് ഇത് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ അതിനെ ഒരു വലിയ പ്രചാരണ വിഷയമാക്കി എടുത്തിട്ടില്ല. ഈ സംഘർഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിർത്തിക്കപ്പുറത്തേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല രൂപത്തിലായിരിക്കാം. പക്ഷേ അതെല്ലാം ആ നിലയ്ക്ക് രേഖപ്പെടുത്തുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇന്ത്യക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണം, ഇവിടേക്കുള്ള ഈ ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം, ഇതിനെ തന്നെയാണ് പ്രധാനമായും അവതരിപ്പിക്കേണ്ടത്. അതിനപ്പുറം ഇന്ത്യ വലിയ സാഹസം കാണിച്ചു, അവിടെ പോയി ഞങ്ങൾ ഗംഭീരമായി കൈകാര്യം ചെയ്തു എന്നതല്ല പറയേണ്ടതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതിന് കാരണം സകല പാശ്ചാത്യ മാധ്യമങ്ങളും മിക്കവാറും എല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധരാണ്. അതൊരു പാകിസ്ഥാൻ ചായ്വോടെ തന്നെയാണ് ആ വിഷയങ്ങൾ ഇവരെല്ലാവരും. അത് ദീർഘകാലമായി നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ ഇന്ത്യ ബന്ധത്തിൻ്റെ കാലം മുതലുള്ള ഒരു പ്രശ്നമാണ്. ഇന്ത്യ വിരുദ്ധരായി തന്നെയാണ് അവർ കാര്യങ്ങളെ ആദ്യം തന്നെ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് തന്നെയാണ് ഈ വിദേശ മാധ്യമങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന് ആ വഴിക്ക് ആ പ്രൊപ്പഗാൻഡ ആ നിലയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പുറത്ത് ഈ കുറേ കൂടി ഈ മതരാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിലെ മാധ്യമങ്ങളിൽ വേറൊരു തരത്തിലും ഒരു പ്രൊപ്പഗാൻഡ സ്വഭാവത്തോടെ തന്നെ പല രാജ്യങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും നല്ല പറയുന്നത്, ചില മാധ്യമങ്ങൾ ആ നിലയ്ക്കുള്ള പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യ വിരുദ്ധരായ പ്രചാരണം നടത്തുന്നുണ്ട്, അത് കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ഒരു ഇന്ത്യ വിരുദ്ധ പ്രചാരണം നിലനിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോയി ഞങ്ങളവിടെ പോയി സാഹസം കാണിച്ചു, അക്രമം കാണിച്ചു എന്നതല്ല പ്രധാനമായും പറയേണ്ടത്. അതിനപ്പുറത്ത് ഇവിടെ ഈ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി വേറെ ഒരു നിവൃത്തിയില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇരയാണെന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് പോകേണ്ടത്. അതിനു പകരം ഒരു രാഷ്ട്രീയ ആയുധം അങ്ങനെ BJPയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന പണി ശശി തരൂർ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ പറയാൻ സനീഷ്, ഇത് ശശി തരൂർ അവിടെ മാത്രമല്ല ചെയ്യുന്നത്, കേരളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. ഇത് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ഈ ശശി തരൂരിനെ സത്യത്തിൽ കോൺഗ്രസിന് പുറത്താക്കേണ്ടുന്ന സമയമായി. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനകത്ത് ശശി തരൂർ ഉണ്ടാകാൻ പാടില്ല. ഇത് കോൺഗ്രസിൻ്റെ ഏറ്റവും പരമമായ പദവിയിൽ ഇരുന്നിട്ടാണ്, അതായത് പ്രവർത്തക സമിതി അംഗം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബോഡിയിലെ അംഗമാണെന്നുള്ള അർത്ഥം. പ്രവർത്തക സമിതി അംഗമായിട്ടിട്ടാണ് അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷൻ ഓർമ്മയുടെ സോംനാഥ് ചാറ്റർജി CPM ചെറിയ പാർട്ടിയാണല്ലോ, അതിനുശേഷവും കൂടുതൽ ചെറുതാവുക ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരിക്കപ്പെടുന്ന നേതാവായിരുന്നു. രാജ്യത്ത് മുഴുവൻ അറിയുന്ന, അക്കാലത്തെ സർക്കാരിനൊക്കെ അറിയാവുന്ന, സ്പീക്കർ പദവിയിലൊക്കെ ഇരിക്കുന്ന വലിയ നേതാവ്. ആ നേതാവിനെ പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചതെന്ന് പറഞ്ഞ് പുറത്താക്കാൻ CPM വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടുകൂടിയാണ് തിരിച്ചടി ഉണ്ടായെന്നുള്ള ചർച്ചയൊക്കെ വേറെയാണ്. ഞാൻ പറയുന്നത്, ഇവർ വിമർശിക്കുമ്പോൾ പോലും പറയുന്നത് എന്താണ്, ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ പിന്നെ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണെന്നാണോ അർത്ഥം? അങ്ങനെയല്ല അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ രാഷ്ട്രീയ വിമർശം ഇദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന ആളുകൾ അങ്ങനെയല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഇങ്ങനെ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്ന വർത്തമാനമല്ലേ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ചെന്ന് വിശദീകരിക്കണം, വസ്തുതയാണ്, ചെന്ന് വിശദീകരിക്കണം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ
ഇന്ത്യൻ സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയേണ്ടത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ജോൺ ബ്രിട്ടാസ് പോയാൽ അങ്ങനെയല്ലേ പറയാം, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ആൾ പോയാൽ അങ്ങനെയല്ലേ പറയാം, കനിമൊഴി പോയാൽ അങ്ങനെയല്ലേ പറയാം. ഇവിടെ നിന്ന് ഇതുപോലൊരു രാജ്യമാകത്തന്നെയും പ്രശ്നത്തിലായ ഒരു സംഭവത്തെക്കുറിച്ച് ഐക്യരൂപത്തിൽ അവിടെ ചെന്ന് വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന തോന്നലുണ്ടാക്കാൻ ഞങ്ങളുടെ സർക്കാർ എന്നാണ് പറയേണ്ടത്. അല്ലാതെ അതിന് തലപ്പത്തിരിക്കുന്ന ഇവർക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള വ്യക്തിയെ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതില്ല. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ചെന്നടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് അറിയാത്ത ആളല്ല. അപ്പോൾ ഇത് ചെറിയ കളിയല്ല. ഞാൻ നേരത്തെ അൻവറിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ ശശി തരൂരിൻ്റെ കാര്യത്തിൽ സംശയം വെക്കാമായിരുന്നെങ്കിൽ ശശി തരൂർ അതിരുവിട്ടാണ് കളിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല, കോൺഗ്രസ്സുകാർക്കും സംശയമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാജ് അങ്ങനെ പറഞ്ഞൊരു പുതിയ നേതാവാണ് ഉദിത് രാജ് എന്ന് പറയുന്ന നേരത്തെ കേട്ടില്ലാത്തൊരു നേതാവാണ് വന്ന് ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ട് ആക്രമിച്ചത്. അപ്പോൾ ജയറാം രമേശ് പോലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ആ ഒരു നിലയിലേക്ക് പോകുന്നു, ഇദ്ദേഹം പരിധിക്ക് പുറത്തായി കഴിഞ്ഞു എന്നൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെന്തെങ്കിലും നടപടിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം കാത്തിരിക്കുകയാണ്. BJPയിലേക്ക് പോവില്ലായിരിക്കും, പക്ഷേ ഞാനായിട്ട് പുറത്തേക്കിറങ്ങി എന്ന തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് പരമാവധി പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം CPM ജോൺ ബ്രിട്ടാസൊക്കെ അടക്കമുള്ള CPMകാരെല്ലാം ശശി തരൂരിനൊപ്പമാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത്, കോൺഗ്രസിനൊപ്പം അല്ല. അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇദ്ദേഹം ആത്യന്തികമായിട്ട് തിരുവനന്തപുരത്ത് പോയ ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നാളെ കോൺഗ്രസിനോട് മുട്ടിയിട്ട് കോൺഗ്രസിന് പുറത്തായിട്ട് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അവിടെ ഒരു CPIക്കാരനെ നിർത്തിയാലും വിജയസാധ്യത വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്നൊരു രാഷ്ട്രീയ ബുദ്ധി CPMന് ഇപ്പോഴേ ഉണ്ടായിട്ടില്ലേ? CPM അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇദ്ദേഹം പുറത്തേക്ക് തന്നെ പോവുകയാണെന്ന് തോന്നലുണ്ടായിട്ടില്ലേ എന്നൊക്കെ എനിക്ക് സംശയം വരികയാണ്. ഇത്രക്ക് ശരിയല്ലാത്ത വിമർശം കോൺഗ്രസിന് നേരെ വെക്കുക എന്നത് ശശി തരൂർ ചെയ്തുകൂടാത്താണ്. പണ്ട് സുകുമാർ അഴീക്കോട് VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വരും. അവനവൻ്റെ കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷിയാകരുത് എന്ന് പറഞ്ഞതുപോലെ അതാണിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ആവേശക്കാരെ, നിങ്ങൾ ട്രോളുകളും വിമർശനങ്ങളും തുടരൂ. എനിക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പലതുമുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത്. സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായ ഒരാൾ രാജ്യത്തിനും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് പറയുന്നതെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ ചോദ്യം. ശരിയാണത്. വിദേശത്ത് പോയി നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റം പറയാനല്ല, രാജ്യത്തിൻ്റെ ഭാഗം പറയാൻ പ്രതിനിധികളെ അയച്ചത്. പക്ഷേ ഈ സാഹചര്യത്തിൽ തരൂരിൻ്റെ കാര്യത്തിൽ അതൊരു കേവല യുക്തിയാണെന്ന് പറയാതെ വയ്യ. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് ഭീകരർക്ക് മനസ്സിലായതെന്നും കാർഗിൽ യുദ്ധകാലത്ത് പോലും രാജ്യം ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടില്ല എന്നുമെല്ലാം തരൂർ പറഞ്ഞത് കടന്ന കൈയാണ്. തരൂർ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിവെച്ച ചരിത്രത്തിൻ്റെ നിഷേധമാണ്. തരൂർ കൂടി പ്രതിനിധീകരിച്ച മുൻ സർക്കാരിനെ, കോൺഗ്രസ് പാർട്ടിയുടെ മുൻ സർക്കാരുകളെ ഒക്കെ റദ്ദ് ചെയ്യുന്ന വർത്തമാനമാണ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്താണെന്ന് നന്നായി അറിയുന്ന ആളാണ് തരൂർ. എന്ത് പറയണമെന്നും പറയരുത് എന്നും നന്നായി അറിയുന്ന, അളന്നു തൂക്കി വാക്കുപയോഗിക്കുന്ന ആളാണ്. കോൺഗ്രസ് പാർട്ടിയോടുള്ള തരൂരിൻ്റെ നിലവിലെ പിണക്കവും BJP കാണിക്കുന്ന സോഫ്റ്റ് കോർണറും നമ്മൾ കാണുന്നുണ്ട്. തരൂർ BJP കൂടാരം കയറുമെന്നൊന്നും കടന്നു പറയാൻ തൽക്കാലം RDX ഇല്ല. പക്ഷേ നിലവിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അസ്വാഭാവികമാണ് എന്ന് മാത്രം RDX പറഞ്ഞു നിർത്തുന്നു. അടുത്ത വിഷയത്തിലേക്ക്